ഈ സംഭവേ ഫ്രിഡ്ജിൽ എന്നെ നോക്കിയിരുന്ന് ചിരിക്കാൻ തുടങ്ങിയിരുന്ന് 4, 5 ദിവസമായി കേട്ടോ. അപ്പൊ ഇനിയും ഇതിനെ അങ്ങനെ ചിരിക്കാൻ വിട്ട് കഴിഞ്ഞാലേ പിന്നെ ഇത് ഒട്ടും ഉപയോഗമില്ല. അതെടുത്ത് കളയേണ്ടി വരുമെന്ന് മനസ്സിലായി. അപ്പോഴേ ഇത് വെച്ചിട്ട് ഒരു കറി അങ്ങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിടോ. അതൊരു ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് തൂരപ്പരിപ്പും സവാളയും പച്ചമുളകും തക്കാളിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചതാണ്. ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞു വരുന്ന പാകത്തിൽ വേവിച്ച് ഒന്നങ്ങ് ഉടച്ചെടുത്ത് മാറ്റി വെക്കണം. ഇനി ഒരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കടുകും ചെറിയ ജീരകവും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് ഇത്തിരി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ചേർത്തിട്ട് ഇനി നമ്മുടെ ആ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ അതാണ് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരല്പം വെള്ളവും ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്നങ്ങോട്ട് അമർത്തി നോക്കുമ്പോഴേ അതാണ് ഇതുപോലെ വരണം കേട്ടോ. അതുവരെയും വേവിച്ചിട്ട് ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പരിപ്പിന്റെ മിക്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാവേ. ഇനി തണുത്ത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായടോ. ഇത് ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം എൻ്റെ മക്കളെ. പൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോഴെങ്ങനെയാ ട്രൈ ആക്കല്ലേ.